السلام عليكم ورحمة الله. قال العلماء يستحب قراءتها كل ليلة لأنها تنجي من عذاب القبر. ഹദീസിൽ വന്നിട്ടുണ്ട്, തബാറക സൂറത്ത് എല്ലാ രാത്രിയും പതിവാക്കുന്നവനെ ഖബർ ശിക്ഷയിൽ നിന്ന് ആ തബാറക സൂറത്ത് അവനെ രക്ഷപ്പെടുത്തും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ തന്റെ ഒരു സുഹൃത്തിനോട് ഒരിക്കൽ ചോദിച്ചു, അലാ ഉത്ഹിഫുക ബിഹദീസിൻ തഫ്റഹു ബിഹി, നിനക്ക് സന്തോഷകരമായ ഒരു സമ്മാനം ഞാൻ തരാം. ഇഖ്റഅ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, സൂറത്ത് ഓതുക രാത്രിയിൽ. വഅല്ലിംഹ അഹ്ലക വജമീഅ വലദിക വസ്ബിയാന ബൈതിക വജീറാനക, നിന്റെ ഭാര്യയോടും മക്കളോടും വീട്ടിലുള്ള മറ്റു എല്ലാ മക്കളോടും നിന്റെ അയൽവാസികളോടുൾപ്പെടെ ആ സൂറത്ത് പഠിക്കാൻ നിർദ്ദേശിക്കുക. അങ്ങനെ ചെയ്താൽ ഫഇന്നഹൽ മുൻജിയ, അത് നിനക്ക് രക്ഷയാണ്. വൽ മുജാദില തുജാദിലു യൗമൽ ഖിയാമത്തി ഇൻദ റബ്ബിഹാ ലിഖാരിഇഹ വതത്ലുബു ലഹു അൻ യുനജ്ജിയഹു മിൻ അദാബിൻ നാർ. ഖബർ ശിക്ഷയിൽ നിന്ന് മാത്രമല്ല, നരക ശിക്ഷയിൽ നിന്നും തബാറക സൂറത്ത് ഓതിയവന് വേണ്ടി ആ സൂറത്ത് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട് അയാളെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്ന് ഹദീസിലുണ്ട്. മറ്റൊരു സ്ഥലത്ത് കാണാം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, സൂറത്തുൽ മുൽക്കി അൽ മാനിഅതു തംനഉ മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് അത് കാവലാണ്. യുഅ്താ സ്വഹിബുഹാ ഫീ ഖബ്രിഹി മിൻ ഖിബലി റഅസിഹി, ഖബറിൽ കടക്കുന്നവന്റെ തലഭാഗത്തുകൂടെ ശിക്ഷയുടെ മലക്കുകൾ അല്ലെങ്കിൽ ശിക്ഷ കടന്നു വരുമ്പോൾ ലാ സബീല ലക അലയ്യ ഇന്നഹു വഅബി സൂറത്തുൽ മുൽക്കി, ആ തല അവന് വേണ്ടി സംസാരിക്കും. ഈ തല കൊണ്ടാണ് അല്ലെങ്കിൽ ഈ തലയിലാണ് സൂറത്തുൽ മുൽക്ക് ഇവൻ മനഃപ്പാഠമാക്കി വെച്ചിരുന്നത്. അതിനാൽ ഈ ഭാഗത്തുകൂടെ ശിക്ഷക്ക് കടന്നു വരാൻ വഴിയില്ല. അപ്പോൾ കാലിന്റെ ഭാഗത്തുകൂടെ ശിക്ഷ കടന്നു വരാൻ ശ്രമിക്കും. അപ്പോൾ കാലുകൾ സംസാരിക്കും, ലൈസ ലക അലയ്യ സബീലുൻ, കാൽ ഭാഗത്തുകൂടെ നിനക്ക് വരാൻ സാധിക്കില്ല. ഇന്നഹു കാന യഖൂമു അലയ്യ ഫീ സൂറത്തുൽ മുൽക്കി, സൂറത്തുൽ മുൽക്ക് തബാറക സൂറത്ത് ഓതാൻ വേണ്ടി പലപ്പോഴും ആ നിയ്യത്തോടെ അവൻ നടന്നു പോയിട്ടുണ്ട്. തബാറക സൂറത്ത് ഓതിക്കൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ട് പലപ്പോഴും ഇവൻ നടക്കാറുണ്ട്. ആ കാലുകളാണിത്. ഈ കാലിന്റെ ഭാഗത്തുകൂടെയും ശിക്ഷക്ക് വരാൻ വഴിയില്ല, കവാടമില്ല എന്ന് പറഞ്ഞ് ആ ശിക്ഷയെ മടക്കി അയക്കുമെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നു. അതിനാൽ ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും ഓതുന്നവരെ രക്ഷപ്പെടുത്തുന്ന നിരവധി കാര്യങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനമായ ഒന്ന്, നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പം സാധിക്കുന്ന ഒന്നാണ് തബാറക സൂറത്ത്. അത് പതിവാക്കാൻ നാം നമ്മുടെ മക്കൾ, ഭാര്യ, സന്താനങ്ങൾ, അയൽവാസികൾ ഉൾപ്പെടെ എല്ലാവരോടും നാം പഠിക്കുക, പതിവാക്കാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.